നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കളിക്കാൻ ഈ വീട്ടിൽ കൂട്ടുകാരില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ദിയ വന്നതോടെ എനിക്ക് കൂട്ടായി. നല്ല രസമാച്ച ദിയ കുട്ടി, എനിക്കിഷ്ടായി. നന്നായി മോനെ, നിനക്കൊരു കൂട്ട് കിട്ടിയല്ലോ. ദിയ മോളെ പിണക്കാതെ എപ്പോഴും കൂടെ കൂട്ടിക്കോ കേട്ടോ. നല്ല മിടിക്കുക അച്ഛാ. ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ടാ മതി, നല്ല ഓർമ്മ അച്ഛാ. ദിയയുടെ സ്കൂളിൽ ദിയ കുട്ടിയാ ഫസ്റ്റ്. വെരി ഗുഡ്. പെൺകുട്ടികളായാൽ അങ്ങനെ തന്നെ വേണം. ചെസ് കളി ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഇപ്പൊ ചെസ് കളിയിൽ എന്നെ തോപ്പിക്കും. അങ്ങനെ വേണം പിള്ളേര്. കുഞ്ഞുനാളിൽ നേടുന്ന വിജയം മുതിർന്നു വരുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. കുഞ്ഞുനാളിൽ പാഴായി പോയാൽ ജന്മം തന്നെ പാഴായി പോവും. നീയും ദിയമോളുടെ കൂടെ കൂടിക്കോ, നല്ല മിടുക്കനായിട്ട് വരും. അല്ല, ഞാൻ സ്വപ്നം കാണാണോ? ഗ്രഹപ്പിഴ പിടിച്ച കുട്ടിയെ ആട്ടി ഓടിക്കണോന്നും പറഞ്ഞ് ബഹളം വെച്ച ആളാണോ ഇപ്പൊ ദിയമോളെ നല്ല കുട്ടിയാണെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്? അതേടി, അവസരത്തിനൊത്ത് പ്രകാശ് പ്ലേറ്റ് മാറ്റി മറച്ചും വയ്ക്കും. ദിയമോളെ കുറ്റങ്ങൾ നിരത്തി തള്ളി പറഞ്ഞില്ലായിരുന്നെങ്കിലേ അവൾക്ക് വേണ്ടി ചെലവാക്കുന്ന പണത്തിന്റെ ഒരു പങ്ക് ഞാനും വഹിക്കേണ്ടി വന്നേനെ. ഞാനൊരു ഉടക്ക് ലൈൻ ഇട്ടതുകൊണ്ട് കുട്ടിയുടെ എല്ലാ ചെലവുകളും വന്ദന വഹിക്കാന്ന് സമ്മതിച്ചില്ലേ? എന്റെ സമ്പാദ്യത്തിൽ നിന്ന് കാൽ കാശ് പോലും വേസ്റ്റ് ആവില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അപ്പൊ ആ ലാഭമാണ് ദിയമോളെ അംഗീകരിക്കാൻ കാരണം. അതെ. ഇനി കുട്ടിയെ വന്ദനയോ അച്ഛനോ ആര് വേണമെങ്കിലും സംരക്ഷിച്ചോട്ടെ, എനിക്കൊരു പരാതിയുമില്ല. ഓ, ഈ അച്ഛന്റെ മണ്ട സമ്മതിക്കണം. ഇങ്ങനെയുണ്ട് ഒരു പിശുക്ക്. പോടാ പോടാ പോടാ, പോയി കിടന്നുറങ്ങടാ. എടി, നീ കിടക്കുന്നില്ലേ? നീ എന്താ ആലോചിക്കുന്നത്? അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ഏറ്റെടുക്കുന്നത് മഹാപുണ്യമാണെന്നാണല്ലോ ഇവിടെ ചിലരുടെയൊക്കെ അഭിപ്രായം. എന്നാ എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല. വന്ദനേച്ചിയെ താലി കെട്ടാൻ തയ്യാറാവുന്ന ആള് തട്ടിപ്പോകുന്ന ജാതകക്കുറിപ്പ് സത്യമാണെന്ന് തെളിഞ്ഞു. എന്തായാലും ജോൽസിനൊരു പരസ്യമായി. ഒരു കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. നിങ്ങളുടെ പെങ്ങളെ കെട്ടിയ ഒരു പെങ്കൊച്ചിന്റെ ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്ന അവസ്ഥ കൂടി ആയാലോ. ഈ ജന്മം വന്ദനേച്ചി ആരും തിരിഞ്ഞു നോക്കാൻ പോലും പോകുന്നില്ല. എന്താ മനോജിന്റെ നാക്കിറങ്ങി പോയോ? ഞാൻ അന്യ കുടുംബത്തിലെ പെണ്ണ. നിന്റെ വന്ദനേച്ചി നന്നായാലും മോശമായാലും എനിക്കൊരു ചുക്കും വരാനില്ല. അതുപോലെയാണോ സ്വന്തം സഹോദരനായ നീ? ഞാൻ എന്തു വേണമെന്ന നീ പറയുന്നേ? നിന്റെ ചേട്ടൻ പ്രകാശിനെ പോലെ നീയും ശക്തമായ ഭാഷയിൽ വന്ദനേച്ചി ചോദ്യം ചെയ്യണമായിരുന്നു. ഞാനേ ചോദ്യം ചെയ്യാൻ ചെന്ന എന്റെ വായടപ്പിക്കാൻ എല്ലാവരുടെയും പക്കലുണ്ടല്ലോ മൂർച്ചയുള്ള ഒരു ആയുധം. നിന്നെ പ്രേമിച്ച് മതില് ചാടിച്ചു കൊണ്ടുവന്ന ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത, ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു കുടുംബദ്രോഹിന്ന്. അത് കേൾക്കുമ്പോ എന്റെ സർവ്വ കോൺഫിഡൻസും പോവും. വന്ദനേച്ചി വിവാഹം കഴിക്കാതെ നിൽക്കുമ്പോ അനുജനായ ഞാൻ തന്നിഷ്ടപ്രകാരം നിന്നെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ചേച്ചി ഒറ്റത്തടിയായി നിന്ന് പോയതെന്ന ആരോപണവും എന്റെ പേരിലുണ്ട്. ഒരു തരത്തിൽ നോക്കിയാ അതിലും സത്യമില്ലാതില്ല. നിർത്തടാ. നിന്നോടുള്ള പ്രേമം മൂത്ത് വട്ടിളക്കി ചാടി വന്നതൊന്നും അല്ല ഞാൻ. എന്നെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയുമെന്ന് പറഞ്ഞ് നീ മോങ്ങിയപ്പോഴേ എനിക്ക് ആ സാഹസം ചെയ്യേണ്ടി വന്നു. അതിന്റെ അവഗണനയും ഒറ്റപ്പെടുത്തലും ഒക്കെ ഇന്ന് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുവോ. കാശിന് കൊള്ളാത്ത കഴുതോട് വെറുതെ നോക്കിട്ടരച്ചിട്ട് എന്താ കാര്യം? മോറങ്ങോട്ട്. അച്ഛനും അച്ഛമ്മയും
തിരിച്ചു വരുന്ന കള്ളം പറഞ്ഞ് എത്ര കാലം വെച്ചാ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത്? കളങ്കില്ലാത്ത മനസ്സിൽ വെറുതെ പ്രതീക്ഷകളെ കുത്തി നിറയ്ക്കുന്ന പാപോ. അതല്ലാതെ നമുക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും ചേച്ചി? കുട്ടിയെ കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമാ. പക്ഷെ അത് ചേച്ചിയുടെ ഭാവി എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ഭാവി അത് നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണല്ലോ. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാജീവ് സാറിനെ കല്യാണം കഴിക്കാൻ തയ്യാറായപ്പോ അദ്ദേഹത്തിന് ദുർമരണം സംഭവിച്ചു. ഇനി എന്നെ കേട്ട മറ്റൊരാൾ വന്നാലും അയാൾക്ക് ഇതേ ഗതി തന്നെയായിരിക്കും. വേണ്ട, എനിക്ക് ഈ ജന്മം ഒരു വിവാഹിനി വേണ്ട. ദൈവമുള്ള പെറ്റമ്മയെ പോലെ നോക്കിക്കൊള്ളാന്ന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണം. ദൈവമോള് അവളെനിക്ക് പ്രാണന. ഞാൻ പ്രസവിക്കാത്ത എന്റെ സ്വന്തം കുഞ്ഞ്. എനിക്കിപ്പോ അവളാണ് ലോകം. എന്റെ കഴുത്തിൽ താലി കെട്ടാത്ത ഭർത്താവിന്റെ കുഞ്ഞിന്റെ അമ്മയായി സന്തോഷത്തോടെ ഞാൻ ജീവിച്ചോളാം. ആ ജീവിതം മതി എനിക്ക്. അത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന എന്റെ ഭാവി ജീവിതം. ചേച്ചിയോട് ഇപ്പൊ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. ആ കാർ ആക്സിഡന്റാ ദിയമോൾക്ക് ഈ ഗതി വരുത്തിയത്. അതിന് കാരണക്കാരായവരോട് ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല. തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞ് അനാഥയാവില്ലായിരുന്നു. ആരൊക്കെയോ ഈ മരണം ആഗ്രഹിച്ചിരുന്നത് പോലെ. അവരാരാ? ആ ദുരൂഹത മാറ്റി സത്യം പുറത്തു കൊണ്ടുവരാനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നേ. ആരോ കരുതി കൂട്ടി ചെയ്തതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് കാരണക്കാരാരായാലും അവരെ വെറുതെ വിടാൻ പാടില്ല. അവരർഹിക്കുന്ന ശിക്ഷ ദൈവം കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.